എല്ലാവർക്കും എൻ്റെ ജേണി വിത്ത് ജിൻസൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തുരങ്കമുണ്ട് കേട്ടോ. നമുക്ക് തുരങ്കം കാണാൻ വേണ്ടി പോകാം. തുരങ്കം എന്ന് വെച്ചാൽ നമ്മൾ മംഗലാപുരത്തു നിന്ന് കങ്ങനാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഈ ഉടുപ്പി കുന്താപുര അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഒരു തുരങ്കം കിട്ടും. മംഗലാപുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ആദ്യം കിട്ടുന്ന തുരങ്കം ഇവിടുത്തെ തുരങ്കമാണ്. അപ്പോൾ നമുക്ക് ആ തുരങ്കം ഒന്ന് കാണാം, അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം നമുക്ക് എന്നതാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു, ഇതിലെ നേരെ അങ്ങ് പോകണം. ഈ അപ്പുറത്ത് കാണുന്ന ഇതിൻ്റെ അടിയിലാണ് തുരങ്കം ഉള്ളത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ അടിയിലാണ് തുരങ്കം, അതിലൂടെയാണ് അവരാക്കിയിരിക്കുന്നത്. ആ കാണുന്നതൊക്കെ ആ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ റെയിൽവേയുടെ സ്ഥലമാണ്, അതിൻ്റെ അടിയിലാണ്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് തുരങ്കം പോയിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തൊക്കെ വീടുണ്ട്, ഇപ്പുറത്ത് റോഡ്. ഈ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ റെയിൽവേയുടെ സ്ഥലം അത്. ഇപ്പം നമ്മൾ പോകുന്നത് ഏകദേശം തുരങ്കത്തിൻ്റെ മേളിക്കൂടെയാണ് നമ്മളും പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടിയിലാണ് തുരങ്കം ഉള്ളത്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടുന്ന് താഴോട്ട് നടന്നു പോകാം. ഇവിടെയൊക്കെ ആടിനൊക്കെ തീറ്റുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആടിനിങ്ങനെ അയച്ചു വിട്ട് ഇവരിങ്ങനെ തീറ്റിക്കുവാണ്. ഇവിടെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പുല്ലൊക്കെ കുറച്ച് കുറവാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആടിനെയൊക്കെ തീറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഈ ആടുകളൊക്കെ കൊണ്ട് ഇങ്ങോട്ട് മേയ്ക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഈ വട്ടി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. വിളിച്ചത് വന്നു കേട്ടോ. വട്ടി പരിചയം ഉണ്ടാവില്ല എന്നെ. കുറേ ആടുണ്ട്. ഇതിലങ്ങ് നേരെ അങ്ങോട്ട് പോകണം നമുക്ക്. ഓഹോ, നല്ല പച്ചപ്പുല്ല് തിന്നുക. ഇതാ ഓടുന്നു. വാ എന്നാ വേണ്ടേ എനിക്ക്? എന്നാ വേണ്ടേ? എൻ്റെ ഒന്നുമില്ല, ഞാൻ കൊണ്ടൊന്നുമില്ല. അയ്യാടാ. എന്താ കടിച്ചവനെ. അപ്പോൾ നമുക്കിതിൽ അങ്ങോട്ട് പോകണം, നമുക്ക് പോകാം. ഇവിടെയൊക്കെ വീടുണ്ട്. ആ സൈഡിൽ കാണുന്നതൊക്കെ വീടാണ്. അങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ വീടുണ്ട്. ആ സൈഡിലോട്ട് ഈ സൈഡിലോട്ടൊക്കെ വീടുണ്ട്. അപ്പോൾ ഇതിലെ അങ്ങോട്ട് നേരെ പോകണം നമുക്ക് തുരങ്കത്തിൻ്റെ അടുത്തോട്ട്. അപ്പോൾ നമുക്ക് തുരങ്കത്തിൻ്റെ അടുത്തോട്ട് പോകാം. ഏകദേശം അതിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വന്നപ്പോൾ ഒരു ട്രെയിൻ പോയി കേട്ടോ. ഞങ്ങളിവിടെ മേളിൽ കയറി വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കും ആ ട്രെയിൻ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ കൂടെയുള്ള ഒരു ചേട്ടനും ഒരു ചെറുക്കനും. ആ ചേട്ടൻ്റെ ചെറുക്കനാണ് കേട്ടോ അത്. അപ്പോൾ അവരെ ഞാൻ കൂട്ടി, നമുക്കൊന്ന് കാണാൻ പോകാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ കൂട്ടി നമ്മൾ ഇങ്ങോട്ടൊക്കെ പോവാണ്. ഇതൊക്കെയാണ് മൊത്തം ഏകദേശം ആ മേളിൽ കാണുന്നുണ്ട് കാടൊക്കെ.
നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് കയറാം. അകത്തോട്ട് ഞാൻ മൊത്തം കയറുന്നില്ല, കുറച്ചേ കയറുന്നുള്ളൂ. ട്രെയിൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് മാറാൻ സ്ഥലമില്ലെങ്കിലേ സ്ഥലമൊക്കെ ഉണ്ട്, സൈഡിൽ നിൽക്കാതിരിക്കും, വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആരും കയറി ട്രെയിൻ വരുന്നതിന് മുമ്പ് ഇറങ്ങുക, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ വരും. കല്ലൊക്കെ വെച്ച് സൈഡ് കെട്ടി പൊക്കി എന്തോരം പണിയെടുത്തല്ലേ. നോക്കി എന്തോരം അവിടെ. പിന്നെ അതിൻ്റെ മേളിൽ ലെവൽ, അതിൻ്റെ മേളിൽ പിന്നെ വേറെ കെട്ടുണ്ട്. ഇത് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട് സാധനം, കാണാൻ എത്ര നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് അപ്പുറത്തെ പഴയ തുരങ്കം കാണാം. 2 റണ്ണിങ് ആട്ടോ, 2 റണ്ണിങ് ഉള്ളതാണ്. നമുക്കൊരു ട്രെയിൻ വരുന്നുണ്ട് ഇതിൽ, നമുക്ക് ആ ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, നോക്കാം. ഇതിലൊരു ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്. ഒച്ച കേൾക്കാം, തുരങ്കത്തിനകത്തൂടെയാണ്. ഇങ്ങനത്തെ ഇതാണ് പഴയ തുരങ്കം. ഇതാണ് ആദ്യം ഉണ്ടായിരുന്നത്. കൊങ്കൺ റെയിൽവേ കൊങ്കൺ റെയിൽവേ പണി തുടങ്ങിയപ്പം എന്തത് കൊങ്കൺ റെയിൽവേ ആദ്യം ഉണ്ടായിരുന്ന തുരങ്കം അത്. ഇവിടെയൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോഴും. അവിടെയൊക്കെ പൈപ്പിട്ടിട്ട് ആരെ വെള്ളം എടുക്കുന്ന പൈപ്പിലൂടെയൊക്കെ. ആ പാറയുടെ അടിത്തട്ടായണ്ടേ വെള്ളം, എപ്പോഴും വെള്ളം ഉണ്ടാവും ഇവിടെ. ഇതൊരു കാണാൻ ചെറിയൊരു കൂടാരം പോലെ ഉണ്ട്. ഇതാണ് പുതിയ, ഇത് നല്ല സെറ്റപ്പായിട്ടുണ്ട് കാണാൻ. നല്ല ഗ്രാനൈറ്റൊക്കെ ഇട്ട് നല്ല ഫ്രണ്ടൊക്കെ നല്ല മിടിക്ക് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ല, ഇത് ഏകദേശം ഒരു 10-40 കൊല്ലം മുമ്പത്തെയാണെന്ന് തോന്നുന്നു ഇതൊക്കെ. ആ കാലഘട്ടത്തായതായിരിക്കും. ആ സമയത്ത് ഒരു ഇത്രയെങ്കിലും ചെയ്തല്ലോ അല്ലേ. അന്ന് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, നമുക്ക് അപ്പുറത്തെ സൈഡ് ഇനിയൊരു വീഡിയോ കാണിക്കാം. അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ പോയിട്ടില്ല. ഇത് മേളിൽ റോഡാണ് കേട്ടോ. അതിൻ്റെ അങ്ങ് കാട് കാണുന്നതിൻ്റെ അവിടെ റോഡാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പം കാണാതിരിക്കും വണ്ടി പോകുന്നതൊക്കെ. ആ മേളിൽ ഏകദേശം ആ മരത്തിൻ്റെ മേൽത്തട്ടായിട്ട് വരും. നമുക്ക് മൊത്തം കല്ലായിരുന്നു കേട്ടോ. കല്ലൊക്കെ അടിച്ച് പൊളിച്ചിട്ടാണ് അവർ തുരങ്കം നിർമ്മിച്ചത്. ഇതങ്ങനെ ഉണ്ടല്ലേ. ട്രെയിൻ ഒന്നേ വന്നുള്ളൂ.